നമുക്കൊക്കെ എന്തൊക്കെയോ നന്മ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് കൂടെ നിന്നതുപോലെ ഉയർച്ചയോ അനുഗ്രഹങ്ങളോ നന്മയൊക്കെ കിട്ടുന്നതിന് മുമ്പ് കർത്താവിൻ്റെ കൂടെ നിന്നതുപോലെ ഇന്ന് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അതേ ആത്മാർത്ഥതയിൽ, അതേ വിശ്വാസത്തിൽ, അതേ ഉറപ്പിൽ, അതേ ധൈര്യത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? അന്ന് കർത്താവിന് കൊടുത്ത പോലെ സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അന്ന് ഉപസിച്ച പോലെ ഇന്ന് ഉപസിക്കാൻ പറ്റുന്നുണ്ടോ? അന്ന് കർത്താവിന് വേണ്ടി ഓടിയതും അധ്വാനിച്ചതുപോലെ ഇന്ന് അധ്വാനിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ കിടക്കട്ടെ. അബ്രഹാമിൻ്റെ ദൈവം ഈ ബലിപീഠം എന്തിനാണെന്നറിയാവോ? നീ അത് തെളിയിക്കണം. എന്തിനാ തെളിയിക്കേണ്ടത്? നിനക്ക് ഇസഹാക്കല്ല വലുത്, ഞാനാണ് നിനക്ക് വലുത്, നീ തെളിയിക്കണം എന്ന് വെച്ചാൽ അർത്ഥം അറിയോ? കിട്ടിയ നന്മയിൽ അബ്രഹാം സന്തോഷിച്ചു. നന്മ തന്നവിൽ സന്തോഷിക്കാൻ മറന്നുപോയോ എന്നൊരു തോന്നൽ. കിട്ടിയ നന്മയേക്കാൾ എനിക്ക് വലുത് നന്മ തന്ന ദൈവമാണ്. ആ ബലിപീഠത്തിൽ അബ്രഹാം തെളിയിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. നിനക്ക് ഞാനാണോ വലുത്, ഇസഹാക്കാണോ വലുത്? അബ്രഹാമേ, നിനക്ക് ഇസഹാക്കിനെ കിട്ടി, പക്ഷേ എനിക്ക് എൻ്റെ മകനായ അബ്രഹാമിനെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ അബ്രഹാം ഇല്ല. ദൈവമേ, നിന്റെ തോന്നൽ വെറുതെയാണ്, ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അബ്രഹാം ബലിപീഠത്തിൽ തെളിയിച്ചു. നിനക്ക് വേണ്ടി ഞാനിത് ചവറായി കളയാൻ തീരുമാനിച്ചു, ചാരമാക്കാൻ തീരുമാനിച്ചു, അതിനെ ത്യജിക്കാൻ തീരുമാനിച്ചു. ഒരു പ്രമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ചിലത് തെളിയിക്കാൻ തീരുമാനിക്കണം.